ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നെത്തോലി മീൻ വെച്ച് നല്ലൊരു മീൻ കറിയും പിന്നെ നെത്തോലി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. എന്നിട്ട് 2 ചെറിയ ഉള്ളിയും പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലൊന്ന് അരപ്പരച്ചെടുക്കുക. എന്നിട്ട് ചീനച്ചട്ടി എടുക്കണം. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടി പോകരുതെങ്കിൽ രസമായി പോകും കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പുളിക്ക് വേണ്ടി കുറച്ച് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ നെത്തോലി മീൻ എടുത്തിട്ടുണ്ട്. ഇതിന് മുള്ളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. ഇവിടെ മുള്ള ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുള്ളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഈ കറിയിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കറി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഇട്ട് കൊടുക്കാനുള്ളത് കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് ചെറിയ തീയിൽ ഒരു മീഡിയം തീയിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത് കറിയെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല സൂപ്പർ ഒരു നെത്തോലി കറി റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മീൻ വെച്ച് ബാക്കി നമ്മൾ മുള്ളെല്ലാം എടുത്ത് വെച്ചേക്കുന്നത് അതിൽ നിന്ന് കുറച്ച് മീനെടുത്ത് നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൽ മുള്ളില്ല കേട്ടോ. അത് മുള്ളെടുത്ത് മാറ്റിയതാണ്. അതിനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചതിട്ട് കൊടുക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചതാണ് കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് ഈ മസാലയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. എന്നിട്ടൊരു പാൻ എടുക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പം വെളിച്ചെണ്ണയൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് ആവും. എന്നിട്ട് ഈ നെത്തോലി കുറച്ച് കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നല്ല മണമൊക്കെ വരും. അപ്പോൾ ആ കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മസാല പുരട്ടി വെച്ചേക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ വാരി ഇട്ട് കൊടുത്താൽ കൂടിയങ്ങിരിക്കും. നെത്തോലി ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നാമത് ഞാൻ മുള്ളെടുത്തതാണ്. അപ്പം അതനുസരിച്ച് ഇത് പൊരിച്ചെടുക്കണം. അങ്ങനെ എല്ലാം ഇതേപോലെ നിരത്തിയൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ചട്ടുകം കൊണ്ട് പതുക്കെ ഇളക്കി കൊടുക്കണം. സൂക്ഷിച്ച് ഇളക്കിയില്ലെങ്കിൽ ഇതിൽ പൊടിഞ്ഞ് പോകും. എല്ലാം അതുകൊണ്ട് സൂക്ഷിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ പതുക്കെ ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കി റെഡിയാക്കി തിരിച്ചു മറിച്ച് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഇത്തിരി സമയം എടുത്തത് പതുക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇളക്കി ഇട്ടുകൊണ്ട് ഇരിക്കണം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ഒരു നെത്തോലി ഫ്രൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും നെത്തോലി കിട്ടുമ്പോൾ ഇതേപോലെ നല്ലൊരു കറിയും വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.